എന്തായാലും 2 ദിവസമായിട്ട് നിയമസഭ കാണാൻ നല്ല രസമാണ്. ഇവര് തമ്മിലുള്ള വാക്പോരാണ് കിഡിലായിട്ടുള്ള. കട്ടക്ക് കട്ടക്ക് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. നിങ്ങൾ ഇപ്പുറത്ത് 99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാ പോയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടി കൂടിയിട്ടാ. അപ്പൊ ഞാൻ ശരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലാക്കി. ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കേറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിണറായി ഒന്ന് പറയും, VD സതീശൻ ഡബിൾ പറയും. ആണ് പാവപ്പെട്ട സ്ത്രീകളോട് അനാവശ്യമായ വീറും വാശിയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിലായേ? ഞങ്ങളാണ് സ്ത്രീപക്ഷം, നിങ്ങളല്ല, നിങ്ങളായിരുന്നില്ല. നിങ്ങൾ സ്ത്രീ വിരുദ്ധ പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അങ്ങ് ബഹുമാനം 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ ഊഹിച്ച് നിൽക്കണ്ട കേട്ടോ. അല്ലല്ല, CPM എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണ്. നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കാര്യം നിങ്ങളെ MLA പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടിയതെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി തർക്കത്തെ കുറിച്ചൊക്കെ LDF അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോ ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതരായില്ലല്ലോ. ഞാൻ പ്രകോപിതരായില്ല. ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നു. സാർ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രേ ഉള്ളൂ. ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടുകയറാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങെന്തിനാ അസ്വസ്ഥനാവുന്നത്? അങ്ങിരിക്കും. ഞാൻ അങ്ങേക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No to interrupt. No.